ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിർബൻ. അതായത് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിനുള്ളിൽ വലിയൊരു ചർച്ചകൾ ഉയർന്നു വരാനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ശശി തരൂരിൻ്റെ ഈ ലേഖനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു നല്ലത് കണ്ടാൽ അത് ഭരണത്തിലില്ല എന്ന് കരുതി അതിനെ അവഹേളിക്കാൻ നിൽക്കേണ്ടതുണ്ടോ? കാരണം ഈ നേട്ടമെന്ന് പറയുന്നത് UDF-ൻ്റെയോ LDF-ൻ്റെയോ അല്ല, അത് കേരളത്തിൽ ഒന്നാകെ ഉണ്ടായ നേട്ടമാണെന്നുള്ള മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നല്ലത് കണ്ടാൽ ആര് ചെയ്താലും അതിനെ അഭിനന്ദിക്കേണ്ടതല്ലേ? കേരള വിരുദ്ധ നിലപാട് ഇങ്ങനെ സ്വീകരിക്കുന്നത് ഒരു ശരികേടല്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഉയർന്നു വരാൻ സാധ്യത കാണുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിർബനോട് പറയാം. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് രേഖകളുണ്ട്. നമ്മുടെ കല്യാൺ ജുവലേഴ്സിൻ്റെ ഒക്കെ MD അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കുറച്ചു കാലം കൂടി ഈ സർക്കാർ തുടർന്നാൽ വ്യാവസായിക മേഖലയടക്കം പലതിലും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പായ കല്യാൺ ഗ്രൂപ്പിൻ്റെ MD ആണ്. ഒപ്പം തന്നെ ശ്രീനാഥ് വിഷ്ണു നമ്മുടെ വിപ്രോ ബ്രാഹ്മിൻസിൻ്റെ MD ആണ്. അതായത് ഒരു അപേക്ഷ നൽകി തിരികെ വീട്ടിലെത്തുന്നതിന് മുൻപ് ലൈസൻസ് ലഭിച്ചു എന്ന് പറയുകയാണ്. മറ്റൊരു കാര്യം കൃഷ്ണ ഇള, അതായത് നമ്മുടെ ഈ കോവാക്സിനൊക്കെ നിർമ്മിച്ച ഭാരത് ബയോടെക്കിൻ്റെ CEO, അദ്ദേഹം പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ അല്ല കേരളത്തിൽ എവിടെയും വ്യവസായം ആരംഭിക്കാം. ഞാൻ അപേക്ഷ നൽകി 8-ാം ദിവസം എനിക്ക് അംഗീകാരം കിട്ടിയെന്ന് ഭാരത് ബയോടെക്കിന്റെ CEO പറയുന്നു. മാത്രമല്ല VK പറയുന്നുണ്ട് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ട്, കേരളമാണ് വ്യവസായം ആരംഭിക്കാൻ ഏറ്റവും മികച്ച സംസ്ഥാനം, ഇവിടെ ഞങ്ങളോട് ആരും കൈക്കൂലി ചോദിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നൃപൻ, ഈ കോൺഗ്രസ് എതിർക്കുമ്പോൾ പക്ഷേ സർക്കാരിന്റെ ഈ കാഴ്ചപ്പാടുകളെ ചൂണ്ടിക്കാണിച്ച് അഭിനന്ദിക്കുന്നത് ലോകമറിയുന്ന പ്രധാനപ്പെട്ട ലോകം കണ്ട വ്യവസായികളാണ്. നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, നമ്മൾ ഒരു വാർത്തയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയേണ്ടി വരും. നമ്മൾ തന്നെ തുടക്കത്തിൽ തരൂരിന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ തരൂർ ഇത്തരം കാര്യങ്ങൾ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും അദ്ദേഹം സ്വീകാര്യമായ ഒരു ജനസമൂഹം അംഗീകരിക്കുന്ന നേതാവാണ്. നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കേരളത്തിലെ പൊതു രാഷ്ട്രീയം, ചിന്താഗതി, യുവാക്കളിലൊന്ന മനോഭാവത്തിലൊക്കെ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന ഒരു വസ്തുതയാണ്. ആ മാറ്റത്തിനൊപ്പം നിൽക്കാത്ത ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും അവർ കാലത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് നിഷ്കാസനം ചെയ്യപ്പെടുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇങ്ങനെ തുടർച്ചയായി ഒറ്റപ്പെടുന്നത്? അവർക്ക് അധികാരം എന്ന ഒരു അജണ്ടയല്ലാതെ കേരളത്തിൻ്റെ പൊതുവികസന രംഗത്തോ കേരളത്തിൻ്റെ പുരോഗതി സംബന്ധിച്ചോ അടുത്തൊരു 10 വർഷമോ 20 വർഷക്കാലത്തിന് ശേഷം കേരളം എങ്ങനെയായിരിക്കണം എന്ന സംബന്ധിച്ചൊരു ദീർഘമായ വിശാലമായ കാഴ്ചപ്പാട് ഒരു ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നില്ല. എന്നും സർക്കാരിൻ്റെ സംബന്ധിച്ച അടിസ്ഥാന സൗകര്യ വികസനത്തിലായിരുന്നാലും കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന സിസ്റ്റമാറ്റിക്കായി ക്ഷേമപ്രവർത്തനങ്ങളും ഒപ്പം തന്നെ വൻകിട പദ്ധതികൾക്ക് ഒരുപോലെ മുൻഗണന നൽകിക്കൊണ്ട് എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്, അതിൽ തൻ്റെ പ്രതിപക്ഷത്തിൻ്റെതായൊരു പങ്കുണ്ട്, റോളുണ്ട്. അത് നിർവഹിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ തവണത്തെ രമേശ് ചെന്നിത്തലയാകട്ടെ അരി വിതരണം ചെയ്തപ്പോൾ കോടതിയിൽ പോയൊരു പ്രതിപക്ഷ നേതാവാണ്. ഈ പറഞ്ഞ ഫോണിൻ്റെ ഉദ്ഘാടനത്തിന് വിട്ടുനിന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. ഒപ്പം തന്നെ ലോക കേരള സഭയിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും നേരത്തെ തന്നെ വ്യവസായികളുടെ കാര്യം നേരത്തെ മനു പറഞ്ഞതാണ്. ഇത്തരത്തിൽ ഒരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയ്ക്ക് യൂസഫ് അലിയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ വിലയിരുത്തുന്ന ആളല്ല, പക്ഷേ കേരളം നമ്പർ 1 ആണ്, എൻ്റെ വിലയിരുത്തൽ നമ്പർ 1 ആണ്. ഞാൻ പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന രാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയം എനിക്കില്ല. അത്തരം ഒരു ലോക കേരള സഭയിലേക്ക് വരുന്നവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ആഡംബര സുഖത്തിന് വേണ്ടിയാണ്, ജീവിതത്തിന് വേണ്ടിയാണ് വരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രസ്താവനയിൽ പറയുന്നു. ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിൻ്റെ അഭിമാനമായ വ്യവസായികൾ, സംരംഭകർ, പ്രവാസികൾ ഒക്കെ തന്നെ കേരളത്തിൽ വരുന്നത് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന അവർ വളരെ ആശയോടുകൂടി വരുന്നതാണ്. അവരെയൊക്കെ വളരെ തരത്തിൽ ഇകഴ്ത്തുന്ന പ്രസ്താവന നടത്തുന്നു. ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷം ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. അതാണ് തരൂർ പറഞ്ഞതിൽ ഒരു ഡിബേറ്റിനുണ്ടോ എന്ന വെല്ലുവിളി ഈ പറഞ്ഞ നേതാക്കളോട് എല്ലാം അദ്ദേഹം നടത്തുന്നുണ്ട്. നിങ്ങൾ ഈ കണ്ടന്റ് സംബന്ധിച്ച്, ഈ കണക്കുകൾ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഡിബേറ്റിന് തയ്യാറുണ്ടോ? ആ ഡിബേറ്റിന് ഞാനും സംവാദത്തിന് തയ്യാറാണ്. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ പെശകുണ്ടെങ്കിൽ തിരുത്താം. നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ 1 ദിവസം കൊണ്ടോ കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത് വെറുതെ പറയുന്നതാണ് എങ്കിൽ നാം അതിനുവേണ്ടി ആ ഒരു വിലയിരുത്തിന് വേണ്ടി തയ്യാറാണ്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം മാത്രമല്ല, അപ്പോൾ ഇങ്ങനെയുള്ള അംഗീകൃത ഏജൻസികൾ ഔദ്യോഗികമായി നടത്തിയ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ, വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം നമ്പർ 1 ആണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം P. രാജു പറഞ്ഞത് നമ്മുടെ മാത്രം കേരളമല്ല, ഭരിക്കുന്ന പാർട്ടിയുടെ മാത്രം കേരളമല്ല, ഇത് കേരളം എല്ലാവരുടെയും പൊതു സ്വത്താണ്. നാളെ ഈ സർക്കാർ മാറിയിരുന്നാലും തുടർന്ന് മറ്റൊരു സർക്കാർ വന്നാലും കേരളത്തിന് അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകണം. ആ നേട്ടങ്ങളുടെ ഒരു തുടർച്ചയുണ്ടാകും. അതിനുള്ള ഉറപ്പാണ് പ്രധാനമായും ചോദിച്ചു വെക്കുന്നത് കോൺഗ്രസുകാരോട് കൂടി തന്നെയാണ്. ആ ഘട്ടത്തിൽ
അതിന്റെ രാഷ്ട്രീയം കൂടി പരിശോധിച്ച് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് തരൂരിന്റെ ഈ ലേഖനത്തിന് ശേഷം, ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം കോൺഗ്രസിനുള്ളിൽ വരുന്നത്. മുഖ്യമന്ത്രി കസേരയിലേക്ക് കുപ്പായം തയ്ച്ചു നിൽക്കുന്നവരാണ് നിരവധി കോൺഗ്രസുകാർ. നമുക്കറിയാം, ചെന്നിത്തലയാകട്ടെ വി ഡി സതീശനാകട്ടെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് തങ്ങൾക്ക് വേണ്ട PR വർക്കുകളൊക്കെ ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ശശി തരൂരിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരുന്നത്, ലേഖനം വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തലവേദനയാകുമ്പോൾ ഏത് രീതിയിലായിരിക്കാം ശശി തരൂർ ഈ ലേഖനം കൊണ്ട് വ്യാവസായിക രംഗത്ത് കേരളത്തിനുണ്ടായ മുന്നേറ്റം അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, പക്ഷേ തരൂർ സംസാരിക്കാനിരിക്കുന്നത് ഒരു രാഷ്ട്രീയം കൂടിയാണ്. തൻ്റെ സാന്നിധ്യം ഈ ഒരു സമയത്ത് അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ശശി തരൂർ വ്യക്തമാക്കുന്നു കൂടെയുണ്ട് ഈ ലേഖനത്തിലൂടെ. വിനിഷ, തരൂര് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പല കാര്യങ്ങൾ, ഇപ്പോൾ കേരളയിൽ ആകട്ടെ, വിഴിഞ്ഞം പദ്ധതി ആകട്ടെ, ആ പല കാര്യങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിന് വലിയ മാറ്റം വേണം എന്ന തരത്തിൽ ഒരു യങ് ജനറേഷൻ്റെ വൈബിനൊപ്പം നിൽക്കുന്നൊരു നേതാവാണ്. അദ്ദേഹത്തിനൊരു ലോക പരിചയമുണ്ട്, പല കാര്യങ്ങളും നമുക്ക് ഇനിയും മാറേണ്ടതുണ്ട് എന്ന നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ തരത്തിൽ ഈ കേരളത്തിൻ്റെ പൊതുവികസനത്തിനെതിരെ നിൽക്കുന്ന ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ആ പ്രതിപക്ഷവും മാറുമ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ടാകും. അത് അത്ര കാര്യങ്ങൾ ചെറുതായി, അത്ര കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന ആളല്ല തരൂര്. മറ്റൊന്നുകൂടിയുണ്ട്, മനു അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും, എന്തുകൊണ്ട് അദ്ദേഹം നടത്തിയ വിശദീകരണത്തിൽ പുതുതായി 1-2 പേരുകളൂടി വന്നു എന്ന കാര്യം രാഷ്ട്രീയമാണ്. അതിലേക്ക് നാം ഇപ്പോൾ പോകുന്നില്ല. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചു, AK ആൻ്റണിയുടെ പേര് പരാമർശിച്ചു, മുതിർന്ന പ്രത്യേകിച്ച് ഏറ്റവും പ്രബലമായിട്ടുള്ള UDF ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കൂടി അദ്ദേഹം പരാമർശിച്ചു എന്നതാണ്. തുടർന്ന് വന്ന സർക്കാരിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, അദ്ദേഹം ആ പേര് പരാമർശിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് പരാമർശിച്ചു വെച്ചാൽ ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു ഇടമുണ്ട് എന്നും ആ ഇടത്തിനാണ് പുതിയ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഇടമുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പലതരത്തിലുള്ള പിന്തുണകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പിന്തുണയിൽ അദ്ദേഹം വിശദീകരണത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ആ പ്രവർത്തനം, ആ കാലഘട്ടത്തിലെ സർക്കാരിനൊപ്പം അദ്ദേഹത്തിനൊപ്പം നിന്നവരാണോ ആ പുതിയ രംഗത്ത് പാർട്ടിയെ നയിക്കുന്നത്, കോൺഗ്രസിനെ നയിക്കുന്നത്, ഒപ്പം തന്നെ AK ആൻ്റണിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്, ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കം വന്ന UDF നേതാക്കൾ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൽ തൃപ്തരാണോ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തരൂർ അങ്ങനെ ഒന്നും വെറുതെ പറയുന്ന ഒരാളല്ല. അത് പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നു. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ നഷ്ടം കേരളത്തിലെ പ്രതിപക്ഷത്തിനായിരിക്കും. അതുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിച്ച് അവസാനിപ്പിക്കാനായിരിക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് ശ്രമിക്കുക. കാരണം ഹൈക്കമാൻഡിന് രേഖാമൂലമൊന്നും അവർ പരാതി നൽകുന്നില്ല. ആ തരൂരിനെ തിരുത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നെങ്കിലും ഹൈക്കമാൻഡ് പരസ്യമായൊരു തിരുത്തലിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല. കാരണം അത്രയ്ക്ക് തരൂരിനെ വെല്ലുവിളിക്കാൻ ഉള്ള ഒരു അവസ്ഥയിലല്ല ഹൈക്കമാൻഡിൻ്റെ സ്ഥിതി. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, തരൂർ വേറെ തരത്തിൽ എൻട്രി ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം VD സതീശൻ തന്നെ ഊതിവീർപ്പിച്ച ബലൂണാണെന്ന് തരൂരിനെ ഒരിക്കൽ ആക്ഷേപിച്ച ഘട്ടമുണ്ട്. സാമുദായിക നേതാക്കളുമായി തരൂർ ചർച്ച നടത്തിയ ഒരു ഘട്ടമുണ്ട്. അത്തരത്തിൽ ഒരു വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ തുറന്ന പോരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ബുദ്ധിപൂർവ്വം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കാനാണ് സാധ്യത. വിരീഷ, ശരി, ഏതായാലും ആ രീതിയിൽ ബുദ്ധിപൂർവ്വം കോൺഗ്രസ് നേതാക്കൾ അതിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം. അതോ തരൂരിന്റെ ആ കെണി അല്ലെങ്കിൽ തരൂരിന്റെ വാദത്തിൽ കുടുങ്ങി കേരളത്തിലെ കോൺഗ്രസ് പ്രതിരോധത്തിലായി നിൽക്കുകയാണ്, അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഇവിടെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ വലിയൊരു ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് തരൂരിന്റെ പ്രതികരണം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാത്തിനും അപ്പുറത്തേക്ക് കേരളമാണ് വലുത് എന്ന വലിയ ചിന്ത കൊണ്ടുവരുന്നുണ്ട്. ഭരണത്തിലില്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു നന്മ സംഭവിച്ചാൽ, നമ്മുടെ നാടിന് ഒരു നല്ല നേട്ടമുണ്ടായാൽ അതിൽ അഭിമാനിക്കേണ്ടതിന് പകരം അതിനെ ഇകഴ്ത്തിക്കാട്ടാൻ കാണിക്കുന്ന ആ ശൗര്യത്തിന്, ആ നിലപാടിന് ഒരിക്കലും അംഗീകാരം കിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്.